ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്കറിയാം ഞാൻ കുറച്ച് ലാഗായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് തിരക്കുകൾ കാരണമാണ്. എത്രയും പെട്ടെന്ന് തന്നെ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യാം. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇച്ചായൻ്റെ ആനിപ്പെണ്ണ് ഭാഗം 3. രചന ഫൗസിയ നൗഷാദ്. ആൻ മരിയ അവനായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ചെറുപ്പത്തിൽ നേതൻ്റെ കൂടെ ഒളിച്ചും പാത്തും പാലത്തിങ്കൽ തറവാട്ടിലേക്ക് വരുന്ന കൊച്ചു കുറുമ്പി പെൺകുട്ടി. വാതോരാതെ സംസാരിക്കുന്ന കുറുമ്പ് കാണിക്കുന്ന കാന്താരി പെണ്ണ്. അവളുടെ കഴുത്തിൽ മറ്റൊരാൾ മിന്നു ചാർത്തുന്നത് അലക്സിന് സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി 4 ദിവസം കൂടി ആനി അലക്സിന് സ്വന്തമാകാൻ അവനറിയാതെ സ്വയം പറഞ്ഞു. കണ്ണ് തുറന്നു വെച്ചേച്ച് സ്വപ്നം കാണുവാണോ അച്ചാച്ച? സോഫിയയുടെ കളിയാക്കിയുള്ള വാക്കുകളാണ് അവനെ ചിന്തയിൽ നിന്നുണർത്തിയത്. അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എടിയേ, ആ മരിയ കൊച്ചിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു ഞാൻ. പെണ്ണങ്ങ് വളർന്നു വലുതായല്ലേ. ആ കൊച്ചു പെങ്കൊച്ച ഇപ്പോഴും എൻ്റെ മനസ്സിൽ, അവൻ അതിശയത്തോടു കൂടി പറഞ്ഞു. ചുമ്മാതല്ല ഉറക്കം വരാത്തത്. ആൻമരിയെ ഓർത്ത് കിടന്ന ഉറങ്ങിയത് തന്നെ. ആ ചേച്ചിയുടെ മിന്നുകെട്ടല്ലേ അച്ചാച്ച. എന്തിനാ വെറുതെ നമ്മളായിട്ട്? സോഫിയ പറഞ്ഞു നിർത്തി. അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. പറ്റില്ല സോഫി, അങ്ങനെ വല്ലവനും മിന്നി കെട്ടാനുള്ളതല്ല അവള്. അത് എൻ്റെ കൊച്ച. അവളുടെ കഴുത്തിലൊരു മിന്നി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ അലക്സിൻ്റേതായിരിക്കും. അവൻ ഉറപ്പിച്ചു പറഞ്ഞതും സോഫിയയ്ക്ക് പിന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് തൻ്റെ ചേട്ടൻ എന്നവർക്ക് നന്നായിട്ടറിയാം. അമ്മച്ചി എന്തിയടി? അമ്മച്ചി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വർത്താനം പറയാ. എന്നാ വേണം? എന്നാലേ മോള് പോയ അച്ചാച്ചനൊരു കാപ്പി ഇട്ടോണ്ടോ? എനിക്കൊന്നും മേല. അവൾ അത് പറഞ്ഞൊരു ചിരിയോടെ മുറിക്ക് പുറത്തേക്കോടി. മര്യാദയ്ക്ക് ഇട്ടോണ്ട് വാടി, ഇലയിൽ കണ്ടറിയാം നമുക്ക്, അവൻ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് സോഫിയെ കൊണ്ടുവന്ന കാപ്പിയുമായി ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിക്കുമ്പോഴാണ് ലെവി കോളേജിൽ നിന്ന് വന്നത്. അവൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താടാ? അലക്സ് ചോദിച്ചു. ലെവി അവൻ്റെ അരികിലിരുന്നു. ചേട്ടായി, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിന് സീരിയസ് ആണ്. ഇന്നലെ ചേട്ടായി കോളേജിൽ വന്നിട്ട് പോയതും പാറപ്പള്ളിയിൽ കല്യാണ ഒരുക്കങ്ങൾ തകൃതിയായി തുടങ്ങി. അതറിയാലോ? അലക്സ് നിസ്സാരമായി പറഞ്ഞു. അതല്ല, അവർ കല്യാണ മണ്ഡപം മാറ്റി പാലായിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. ക്ഷണക്കത്തുകൾ പുതിയതായി അടിച്ചു തുടങ്ങി. ലൂക്കാസ് നാട്ടിലെ ഏറ്റവും വലിയ കല്യാണമാക്കി മാറ്റി നമ്മളെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാ. അലക്സിന്റെ മുഖം മുറുകി. ലെവി തുടർന്നു. പിന്നെ ആൻമരി എന്ന് കോളേജിൽ വന്നിരുന്നില്ല. ലൂക്കാസ് അവളെ വീട്ടിൽ തന്നെ വെച്ചേക്കുവാണെന്ന് അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞത്. കല്യാണം കഴിയുന്നതുവരെ പുറത്തിറക്കില്ലെന്ന്. കാപ്പി ഗ്ലാസ് ടേബിളിൽ വെക്കുമ്പോൾ അലക്സിന്റെ കൈ വിറച്ചു. അവൻ്റെ കണ്ണുകൾ ചുവന്നു. അവൻ്റെ പ്രണയവും വാശിയും പകയും എല്ലാം ആ കണ്ണുകളിൽ ഒരേപോലെ തിളങ്ങി. അധികകാലം അവളെ ഒളിച്ചു വെക്കാൻ ലൂക്കയ്ക്ക് കഴിയില്ല ലെവി. എന്തോ ആലോചിച്ചുറപ്പിച്ച് അലക്സ് പറഞ്ഞു. അലക്സെ, ആ ആരോണിനെ അവൾക്ക് നല്ല ഇഷ്ടാ. അവളുടെ പൂർണ്ണ സമ്മതത്തോടെ മിന്നികെട്ട് നടക്കാൻ പോന്നേ. അതിനിടെ ഇഷ്ടമല്ലാതെ അവളെ നമ്മൾ കൊണ്ടുവന്നാൽ അത് പ്രശ്നമാവും. അവരടങ്ങിയിരിക്കുകയില്ല. നോയലിന് തൻ്റെ ആദി അടക്കി വയ്ക്കാനായില്ല. അവളെ എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കറിയാൻ ചേട്ടായി. അവൻ സഹോദരന്മാരെ മാറി മാറി നോക്കി. അവളുടെ സമ്മതത്തോടെ തന്നെ അവൾ ഈ പടി കടന്നു വരും. പാലത്തിങ്കൽ ഏതൻ അലക്സിന്റെ പെണ്ണായിട്ട്. അവൻ്റെ വാക്കുകളിലെ ആത്മവിശ്വാസം കണ്ട് നോയലിനും ലെവിക്കുമൊന്നും മനസ്സിലായില്ല. ചേട്ടായി എന്താ ഉദ്ദേശിക്കുന്നത്? ലെവി ഉത്കണ്ഠയോടെ ചോദിച്ചു. കാത്തിരുന്ന് കാണടാ. അലക്സ് അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. മുറിയുടെ ജനലരികിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് കണ്ണുനട്ട് നിൽക്കുന്ന ആനിൻ്റെ മനസ്സ് നിറയെ ആരോണായിരുന്നു. അപ്പൻ്റെ സുഹൃത്തിൻ്റെ മകൻ. കുഞ്ഞുനാൾ മുതൽ അവൾക്ക് അവനെ അറിയാം. അവൻ അവളോട് വലിയ സ്നേഹമാണ്. കുഞ്ഞിലെ അവൻ ആരും അറിയാതെ പലയിടങ്ങളിലായി അവൾക്കായി എഴുതി വെച്ചിരുന്ന പ്രണയലേഖനങ്ങൾ ഇന്നും അവളത് ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ആരോണിനെ ഓർത്തപ്പോൾ താനെ അലക്സിന്റെ മുഖം ഓർമ്മ വന്നു. രാവിലെ എന്തായിരുന്നു പ്രകടനം? എന്തൊക്കെയോ കാണിക്കുന്നെന്ന് വല്ല ബോധവും ഉണ്ടോ ആവോ? ഹീറോ ആണെന്നാ വിചാരം. ഭീഷണി മുഴക്കാനല്ലാതെ ഒന്ന് തൊടാൻ പോലും അയാൾക്ക് പറ്റുകയില്ല. ഉള്ളിൽ പരമാവധി വെറുപ്പ് നിറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും പറ്റാത്തതുപോലെ. ചെറുപ്പത്തിലെ ആത്മബന്ധമാവാം. അന്ന് വൈകുന്നേരം മുറിയിൽ പുസ്തകം വായിച്ചിരിക്കുകയായിരുന്ന ആൻമരിയുടെ അടുത്തേക്ക് ജേക്കബിന്റെ ചേട്ടൻ ജോണിന്റെ ഭാര്യ മോളി വല്യമ്മച്ചി വന്നു. മോളെ, നാളെ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞില്ലേ നീ? വല്യമ്മച്ചി കൂടി വരാം. ഒറ്റയ്ക്ക് പോകണ്ട കുഞ്ഞെ. ആ വാക്കുകളിലെ കരുതലിന് പിന്നിലൊരു കാവലുണ്ടെന്ന് ആൻമരിയയ്ക്ക് മനസ്സിലായി. വീട്ടുകാർ അവളെ നിഴല് പോലെ പിന്തുടരുകയായിരുന്നു. അവളെ നിസ്സഹായ തലയാട്ടി. അന്ന് രാത്രി പാലത്തിങ്കൽ ലെവിയാണ് ആ വാർത്ത വീട്ടിലെത്തിച്ചത്. ഇച്ചായ, ഒരു ചാൻസ് ഉണ്ട്. നാളെ രാവിലെ ആൻമരിയ ടൗണിലെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നുണ്ട്. കൂടെ അവളുടെ വല്യമ്മച്ചി ഉണ്ടാവും. അത് നീ എങ്ങനെ അറിഞ്ഞു? അവളുടെ ഒരു കൂട്ടുകാരി എൻ്റെയും ഫ്രണ്ടാ. അതുവഴി കേട്ടതാ. അത് കേട്ടതും അലക്സിന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ സോഫിയെ നോക്കി. അവൾക്ക് കാര്യം മനസ്സിലായി. സോഫി, ഞാൻ പറഞ്ഞതുപോലെ, അലക്സ് നിർദ്ദേശം നൽകി. അവൾ പാർലറിൽ കയറി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ആരും സംശയിക്കാത്ത രീതിയിൽ സംസാരിക്കണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. പിറ്റേന്ന് രാവിലെ ഗ്ലോ ആൻഡ് ഗ്ലാം ബ്യൂട്ടി പാർലറിൽ ആൻമരി ഒരു ഫേഷ്യലിനായി കസേരയിലിരുന്നു. വല്യമ്മച്ചി മോളി തൊട്ടപ്പുറത്തൊരു മാസികയുടെ താളുകൾ മറിച്ചിരുന്നു. പാർലറിലെ പാട്ടിൻ്റെ ശബ്ദത്തിനിടയിൽ ആൻമരിയുടെ ബാഗിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ഒരു അപരിചിത നമ്പർ. അവൾ സംശയത്തോടെ ഫോൺ എടുത്തു. ഹലോ. അപ്പുറത്ത് ഒരു സ്ത്രീയുടെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം. ഹലോ, ആൻമരിയ കാർട്ടറാണോ? അതെ. അവൾ മെല്ലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അല്പം മാറി നിന്നു.
എൻ്റെ പേര് സാറ. എനിക്കൊരു സഹായം വേണം പ്ലീസ്. ഇത് എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവൻ്റെ പ്രശ്നമാണ്. കുഞ്ഞ് എന്ന വാക്ക് കേട്ട് ആൻമരിയയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. എന്താ കാര്യം? നിങ്ങൾ ആരാണ്? നിങ്ങൾക്കെങ്ങനെ എൻ്റെ നമ്പർ കിട്ടി? ഞാൻ ആരോൺ ഫെലിക്സുമായി ബന്ധമുള്ള ഒരാളാണ്. കൂടുതൽ വിവരങ്ങൾ ഫോണിലൂടെ പറയാൻ പറ്റില്ല. എനിക്ക് പേടിയാവുന്നു. എനിക്കൊന്ന് നേരിൽ കാണണം. നിങ്ങളെ ഞാനെന്തിനു കാണണം? നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയുക പോലുമില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഏതാണെന്ന് കർത്താവിനറിയാം. ഞാൻ വരികയല്ല. അയ്യോ, അങ്ങനെ പറയില്ലേ. ഇനി വഴി കൂടി എൻ്റെ മുന്നിലുള്ളൂ. നിങ്ങൾ കൂടി കൈവിട്ട നാളെ എൻ്റെയും കുഞ്ഞിന്റെ മരണവാർത്ത നിങ്ങൾക്ക് പത്രത്തിൽ കാണാം. അവരുടെ ശബ്ദത്തിൽ ആദിയും പരവേശവും നിറഞ്ഞിരുന്നു. ആനിന്റെ ഉള്ളിലെ വക്കീൽ ഉണർന്നു. ഞാനിപ്പോ ടൗണിലുണ്ട്. എവിടെ വെച്ച് കാണാം? ആൻമരിയുടെ ശബ്ദത്തിൽ ആകാംക്ഷ നിറഞ്ഞു. ടൗണിലെ പഴയ പള്ളിക്ക് പിന്നിലുള്ള സെമിത്തേരിയിൽ. ഞാൻ അവിടെ കാത്തു നിൽക്കാം. ദയവ് ചെയ്ത് ഒറ്റയ്ക്ക് വരണം. ആരോടും പറയരുത്. ആരോൺ അറിഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല. കോള് കട്ടായി. ആൻമരിയുടെ ഹൃദയം അതിവേഗം ഇടിച്ചു. ഇതൊരു ചതിയാണോ അതോ ശരിക്കും ഒരു അമ്മയും കുഞ്ഞും അപകടത്തിലാണോ? ആരോണിനെ കുറിച്ച് ഒരു അപവാദം കേൾക്കാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. ആരെങ്കിലും ആരോണിനെ കുറിച്ച് എന്നോട് വിളിച്ചു പറയണമെങ്കിൽ, അതും മിന്നുകെട്ട് നടക്കാറായ സമയത്ത്, അതിലെന്തോ കാര്യമില്ലേ? സത്യം എന്താണെന്ന് അറിയണമെന്ന് അവൾക്ക് തോന്നി. പണ്ടേ അവൾ അങ്ങനെയാണ്. ജിജ്ഞാസ അല്പം കൂടുതലായതുകൊണ്ട് എന്തിനും ചാടി പുറപ്പെടും. മുൻചിന്തയും പിൻചിന്തയും ഒന്നുമില്ല. അവൾ വല്യമ്മച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. വല്യമ്മച്ചി, എൻ്റെ ഒരു ഫ്രണ്ടിന് ചെറിയൊരു ആക്സിഡന്റ്, ഹോസ്പിറ്റലിലാണ്. എനിക്കൊന്ന് പോയേ പറ്റൂ. അയ്യോ, എന്നിട്ട് എന്തു പറ്റി? ഞാനും വരാം. വേണ്ട, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ലൂക്കാസി ചായ അറിഞ്ഞ വഴക്ക് പറയും. പ്ലീസ്, ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ വരാം. അവളുടെ വെപ്രാളം കണ്ടപ്പോൾ മോളിക്ക് സമ്മതിക്കേണ്ടി വന്നു. പാർലറിൽ നിന്ന് പുറത്തിറങ്ങിയ ആൻമരി ഒരു ഓട്ടോറിക്ഷയിൽ കയറി പഴയ പള്ളിയിലേക്ക് പാഞ്ഞു. പഴയ പള്ളി സെമിത്തേരിയിൽ ചാറ്റൽ മഴ പെയ്തിരുന്നു. ശവകുടീരങ്ങൾക്കിടയിലൂടെ അവൾ ഭയത്തോടെ നടന്നു. സാറാ, സാറാ. ആരും വിളി കേട്ടില്ല. താൻ ചതിക്കപ്പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവളുടെ മുന്നിലൊരു വലിയ കല്ലറയുടെ മറവിൽ നിന്നൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ഏതൻ അലക്സാണ്ടർ മാത്യൂസ്. അവനെ കണ്ടതും അവൾ ഭയന്ന് പിന്നോട്ട് മാറി. ഇതൊരു ചതിയായിരുന്നല്ലേ? അതെ, അവൻ ശാന്തനായി പറഞ്ഞു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആൻ, നിന്നോട് ചില സത്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട, എന്നെ വിട്. നിങ്ങൾ എന്നെ കാണിക്കുന്നേ? അവൾ ഓടാൻ ശ്രമിച്ചു. അവനവളെ ഒറ്റ കൈകൊണ്ട് തന്നിലേക്ക് പിടിച്ചു. അവൾ കുതറിമാറാൻ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരേ സമയം ശാന്തതയും ഗൗരവവും നിറഞ്ഞു നിന്നു. ആൻമരിയയുടെ കണ്ണുകളിലെ ഭയം കണ്ടപ്പോഴും അലക്സിന്റെ മുഖത്തെ ഭാവം മാറിയില്ല. അവൻ അവളെ നേർക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ പകയുടെയും പ്രണയത്തിന്റെയും ഒരു തീവ്രമായ തിളക്കം മിന്നിമറഞ്ഞു. ആൻ, എന്നെ കൊണ്ട് ബലം പ്രയോഗിക്കരുത്. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നതാ നിനക്ക് നല്ലത്. അവന്റെ ശബ്ദം പാറ പോലെ ഉറച്ചതായിരുന്നു. അവന്റെ കരുത്തുറ്റ കൈകളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് എളുപ്പമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ നിസ്സഹായയായി അവനെ നോക്കി. ആ നോട്ടം അവന്റെ നെഞ്ചിലൊരു പിടപ്പുണ്ടാക്കിയെങ്കിലും അവന്റെ ഭാവം മാറിയില്ല. ഇത് നിനക്ക് വേണ്ടി ആൻ, എൻ്റെ കൂടെ വാ. അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ആ പിടിയിൽ നിന്ന് കുതറിമാറാൻ അവൾ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. അല്ല, എനിക്ക് വേണ്ടി നിങ്ങൾ എന്നാത്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഇത് ചതിയാ. നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തോടുള്ള പക തീർക്കാൻ എൻ്റെ ജീവിതം വെച്ച് വേണോ കളിക്കാൻ? ഞാൻ വരെയല്ല. അവളുടെ കരച്ചിലിൻ്റെ ആക്കം കൂടി. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേടി? അവൻ അവളെ വലിച്ചുകൊണ്ട് കൽമണ്ഡപത്തിൻ്റെ മറവിലേക്ക് നടന്നു. എന്നെ വിടാൻ. നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഞാൻ ആരോണിൻ്റെ പെണ്ണാ. അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. അവനവളെ തന്നിലേക്ക് ചേർത്തു നിർത്തി. അവളുടെ വായ കൈകൊണ്ട് പൊത്തി. മിണ്ടരുത്. ഇനി നിന്റെ ജീവിതത്തിൽ അവനില്ല. അവന്റെ വാക്കുകളിൽ ഭ്രാന്തമായൊരു വാശിയുണ്ടായിരുന്നു. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൻ കയ്യിലുണ്ടായിരുന്ന ഫയൽ അവൾക്ക് നേരെ വലിച്ചെറിഞ്ഞു. ഇത് നോക്ക്, എന്നിട്ട് തീരുമാനിക്ക്, എൻ്റെ ഒപ്പം വരണോ അതോ കുടുംബത്തോടെ നാണം കെടണോ എന്ന്. അവൾ സംശയത്തോടെ അതെടുത്ത് തുറന്നു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.